Good morning, students. The next topic is classification of contracts. Classification of contracts. Already we are discussed what do you mean by contract, what are the essentials of a valid contract എല്ലാം നമ്മൾ பார்த்துட்டோം. The next നമ്മൾ നോക്കാൻ പോകുന്നത് classification of contracts. ക്ലാസിഫിക്കേഷൻസ് പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് വാലിഡിറ്റി, ഫോർമേഷൻ, പെർഫോമൻസ്, അങ്ങനെ 3 രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വാലിഡിറ്റി ഓൺ ദി ബേസിസ് ഓഫ് വാലിഡിറ്റി, ഫോർമേഷൻ ആൻഡ് പെർഫോമൻസ്, അങ്ങനെ 3 ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ on the basis of validity, the contract again divided into 6. First one is void agreement, valid contract, void contract, voidable contract, unenforceable contract, and illegal contract. And then on a classification on the basis of വാലിഡിറ്റിയിൽ വീണ്ടും 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് വോയിഡ് എഗ്രിമെൻറ്റ്, വാലിഡ് കോൺട്രാക്റ്റ്, വോയിഡ് കോൺട്രാക്റ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ്, അൺഎൻഫോഴ്സബിൾ കോൺട്രാക്റ്റ് ആൻഡ് ഇല്ലീഗൽ കോൺട്രാക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ. On the basis of formation, the contracts again divided into 3: express contract, implied contract, and quasi contract. Express contract, implied contract, and quasi contract on the basis of formation. The next category classification is performance. On the basis of performance, the contracts again divided into 4. One is executed contract, executory contract, unilateral, and bilateral. Okay, is the brief of classification of contracts. Classification 3 heads ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് on the basis of validity, on the basis of formation, and on the basis of performance. On the basis of validity, വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ, വാലിഡിറ്റിയുടെ ബേസിസിൽ വീണ്ടും 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വോയിഡ് അഗ്രിമെൻറ്റ്, വാലിഡ് കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട്, unenforceable contract, and illegal contract. On the basis of formation, express, implied, and quasi contract. On the basis of performance, executed contract, executory contract, unilateral contract, and bilateral contract. Okay, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ചെറിയ ഒരു പിക്ചറിൽ കാണുന്ന ഇത്രയും കാര്യങ്ങൾ എന്താണെന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിന് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് വാലിഡിറ്റി. വാലിഡിറ്റി മീൻസ് അതിൻ്റെ കാലാവധി അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് ഓഫ് ദി കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു മെച്യൂരിറ്റി പീരീഡ് ബേസ് ചെയ്തിട്ടാണ് ഈ 6 എഗെയിൻ വീണ്ടും അത് 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് വാലിഡിറ്റിയിൽ ഫസ്റ്റ് വൺ ഇസ് വോയിഡ് എഗ്രിമെൻറ്റ്. ഇപ്പോൾ എഗ്രിമെൻറ്റ് എന്നാന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എഗ്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാകും. സോ വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപെർഫെക്റ്റ് എന്നാണ് പറയണത്. അതായത് പെർഫെക്റ്റ് കോൺട്രാക്റ്റ് അല്ല, ഇംപെർഫെക്റ്റ് കോൺട്രാക്റ്റ് ആണ്. ആൻഡ് എഗ്രിമെൻറ്റ് നോട്ട് എൻഫോഴ്സബിൾ ബൈ ലോ, അതായത് ലീഗലി നമ്മൾ രജിസ്റ്റർ ചെയ്യാത്ത അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യാത്ത എഗ്രിമെൻറ്റ്സിനെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഇഫ് ദി എഗ്രിമെൻറ്റ് ഗുഡ് നോട്ട് ബി എൻഫോഴ്സ്ഡ് ത്രൂ ദി കോർട്ട് ദെൻ ദി എഗ്രിമെൻറ്റ് ഈസ് വോയിഡ്. അതായത് ഇപ്പോൾ നമ്മൾ പറയണ ഒന്നില്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിലോ അല്ലെങ്കിൽ കോർട്ടിലോ നമ്മൾ എഗ്രിമെൻറ്റ് എന്ത് ചെയ്യണം, എൻഫോഴ്സ് ചെയ്യണം, ലീഗലി രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത എല്ലാ എഗ്രിമെൻറ്റ്സിനെയും നമ്മൾ വോയിഡ് എഗ്രിമെൻറ്റ് എന്നേ വിളിക്കത്തുള്ളൂ. എക്സാമ്പിൾ, എഗ്രിമെൻറ്റ് entered into with a minor or without consideration etc. ഓക്കെ, അപ്പോൾ ഒരു മൈനർ ഒരു പാർട്ട്ണർ ആകുമ്പോഴും നമുക്കതൊരു പക്ക കോൺട്രാക്റ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. കൺസിഡറേഷൻ ഇല്ല എങ്കിൽ പറയാൻ പറ്റത്തില്ല. ഒബ്ജക്റ്റ് ലോഫുൾ ആണെങ്കിൽ പറയാൻ പറ്റത്തില്ല അല്ലേ. സോ അപ്പോൾ അങ്ങനെ വരുന്നതാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് വാലിഡ് കോൺട്രാക്റ്റ്. വാലിഡ് കോൺട്രാക്റ്റ് an agreement
വാലിഡ് കോൺട്രാക്റ്റിൽ ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ അറ്റ് ലോ. സാധാരണ വാലിഡ് കോൺട്രാക്റ്റ് എന്നത് ഒരു പെർഫെക്റ്റ് കോൺട്രാക്റ്റാണ്, നമ്മളത് എൻഫോഴ്സ് ചെയ്തിട്ടുണ്ടാവും. ആൻ എഗ്രിമെൻറ്റ് ബിക്കംസ് എ കോൺട്രാക്ട് വെൻ ഇറ്റ് സാറ്റിസ്ഫൈസ് ഓൾ ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് റിക്വയർഡ് ഫോർ എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്, എല്ലാ എസെൻഷ്യൽസിനെയും ഓവർകം ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് കോൺട്രാക്റ്റ് ആണ്. അത് സാധാരണ എൻഫോഴ്സ് ചെയ്തിട്ടുണ്ടാവും. അതുമാത്രമല്ല, നമ്മൾ പഠിച്ച 10 എസെൻഷ്യൽസ് ഉണ്ടല്ലോ, അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ്, ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മൂന്നാമത്തത് വോയിഡ് കോൺട്രാക്റ്റ്. Void contract, a contract which ceases to be enforceable by law becomes void. അതായത് void contract എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഇംപെർഫെക്റ്റ് കോൺട്രാക്റ്റ് ആണ്. ഇവിടെ പറയുന്നത് ചില ടെക്നിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ചില എന്തെങ്കിലും ഒരു ചെറിയ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒരു മൈനറിനെ നമ്മളൊരു പാർട്ടിയായിട്ട് കോൺട്രാക്റ്റിൽ വെക്കുമ്പോൾ ലീഗലി അത് എൻഫോഴ്സ് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. സോ അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയേണ്ടത്. ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ബട്ട് നോട്ട് ലീഗലി പെർഫോംഡ് ബൈ ദി പാർട്ടീസ്. ഓക്കെ, അപ്പോൾ അത് എപ്പോഴാണോ അതിൻ്റെ ആ കുറവുകളൊക്കെ ഓവർകം ചെയ്ത് വരുന്ന അപ്പോൾ നമ്മൾ ഇതിനെ വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് വോയിഡ് കോൺട്രാക്റ്റ്. ചില സാങ്കേതിക പ്രശ്നങ്ങളോ ചില ചെറിയ ചെറിയ ഇഷ്യൂസ് കാരണം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത കോൺട്രാക്ട്സിനെയാണ് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വോയിഡബിൾ കോൺട്രാക്റ്റ്. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എ വാലിഡ് കോൺട്രാക്ട് അറ്റ് ദ ഓപ്ഷൻ ഓഫ് 1 or more പാർട്ടീസ് ദാറ്റ് ഈസ് വോയിഡബിൾ. സാധാരണ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഓഫർ, അക്സെപ്റ്റൻസ്, പ്രപ്പോസൽ, പ്രോമിസ്, എഗ്രിമെൻറ്റ്, സിഗ്നേച്ചർ ആൻഡ് എൻഫോഴ്സബിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഓഫർ എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്ക് നമ്മൾ ഓഫർ ചെയ്യുന്നു. അപ്പോൾ കുറേ പേര് നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യും. അതിൽ നിന്ന് മാറ്റായിട്ടുള്ള ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും, എന്നിട്ട് അവരായിട്ട് പ്രോമിസ് ചെയ്യും. അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ വോയിഡബിൾ എന്ന് പറയുന്നത് എ അല്ലെങ്കിൽ ബി എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാകും. ഇപ്പോൾ സാധാരണ ചില കേസസിലൊക്കെ നമ്മൾ പോകുമ്പോൾ അഡ്വക്കേറ്റിന് ഹാജരാവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അതിൻ്റെ പകരമായിട്ട് അവരുടെ PA വേറെ ആരെങ്കിലും ഒരാളിനെ നിർത്തും. സോ അപ്പോൾ അങ്ങനെ ഇവിടെ എ വാലിഡ് കോൺട്രാക്ട് അറ്റ് ദ ഓപ്ഷൻ ഓഫ് 1 or more പാർട്ടീസ്, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. 1 or more പാർട്ടീസ്, ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ എയും ബിയും ഉണ്ട് എങ്കിൽ എക്ക് പറ്റൂല എങ്കിൽ ബി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 1 or more പാർട്ടീസ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നതിനാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഹി ക്യാൻ ഐദർ എൻഫോഴ്സ് ദി കോൺട്രാക്ട് ഓർ ഡിസൈഡ് ടു ട്രീറ്റ് ദി കോൺട്രാക്ട് as ക്യാൻസൽഡ്. അപ്പോൾ ഇത് നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് സമീപിക്കാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടാവും. അഥവാ ഒരാൾ ഈ പറ്റൂല എന്ന് പറയുവാണെങ്കിൽ അടുത്തയാൾക്ക് നമ്മളത് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനോ നമുക്ക് സാധിക്കും. അതിനാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനിയുള്ളത് അഞ്ചാമത്തത് അൺഎൻഫോഴ്സബിൾ കോൺട്രാക്റ്റ്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈച്ച് ആൻഡ് എവറി എഗ്രിമെൻറ്റ് ഈസ് എൻഫോഴ്സ്ഡ് ബൈ ലോ ഇസ് കോൾഡ് കോൺട്രാക്റ്റ്. എൻഫോഴ്സ് ചെയ്താൽ മാത്രമേ അതിനെ നമ്മൾ എന്തെന്ന് പറയത്തുള്ളൂ, കോൺട്രാക്റ്റ് എന്ന് വിളിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം ആ ഡോക്യുമെൻറ്റ്സിനെ നമ്മളൊരു കോൺട്രാക്റ്റ് എന്ന് വിളിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഓക്കെ, കനോട്ട് ബി എൻഫോഴ്സ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ടെക്നിക്കൽ ഡിഫക്ട്സ്. എന്തെങ്കിലും ടെക്നിക്കൽ ഡിഫക്ട്സ്, എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ട്, അതായത് കോൺട്രാക്റ്റിൽ വന്ന മിസ്റ്റേക്സ് കൊണ്ടല്ല, സം ടെക്നിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എൻഫോഴ്സ് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുള്ള കോൺട്രാക്ട്സിനെയാണ് അൺഎൻഫോഴ്സബിൾ കോൺട്രാക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് ഇല്ലീഗൽ കോൺട്രാക്റ്റ്. ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാതെ അല്ലെങ്കിൽ നമുക്ക് ലീഗലിന് ഓപ്പോസിറ്റായിട്ട് പബ്ലിക് ഒപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള കോൺട്രാക്ട്സിനാണ് നമ്മൾ ഇല്ലീഗൽ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്.
An agreement which is criminal in nature or which is immoral or opposed to public policy is an illegal contract. അതായത് നമ്മൾ എഴുതുന്ന ഒരു എഗ്രിമെൻറ്റ് ക്രിമിനൽ ക്യാരക്ടർ ഉള്ള ഒരു എഗ്രിമെൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്നും ഒപ്പോസ് ചെയ്യக்கூடிയതാണെങ്കിലോ ഇമ്മോറൽ ആയിട്ടുള്ള കോൺട്രാക്ട്സിനെ എല്ലാം തന്നെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഇല്ലീഗൽ എഗ്രിമെൻറ്റ് ഓർ ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് നമ്മൾ പറയുന്നു. ഓൾ ഇല്ലീഗൽ എഗ്രിമെൻറ്റ്സ് ആർ വോയിഡ് എഗ്രിമെൻറ്റ്സ്. ഇല്ലീഗൽ എഗ്രിമെൻറ്റ്സ് എല്ലാം തന്നെ വോയിഡ് ആവും. ഒന്നില്ലെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വോയിഡ് എഗ്രിമെൻ്റ് എന്ന പേരിൽ അവിടെ നിൽക്കും. ഒരു വാലിഡ് എഗ്രിമെൻ്റ് എന്ന പേരിൽ അതൊക്കെ റൺ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, ബട്ട് ഓൾ വോയിഡ് എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് ഇല്ലീഗൽ. എല്ലാ വോയിഡ് എഗ്രിമെൻറ്റ്സും ഇല്ലീഗൽ കോൺട്രാക്ട്സ് ആകത്തില്ല. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് വാലിഡിറ്റി, ദി കോൺട്രാക്ട്സ് ആർ അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 6. അതിൽ ഫസ്റ്റ് വൺ ഇസ് വോയിഡ് എഗ്രിമെൻറ്റ്, വാലിഡ് കോൺട്രാക്റ്റ്, വോയിഡ് കോൺട്രാക്റ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ്, അൺഎൻഫോഴ്സബിൾ കോൺട്രാക്റ്റ് ആൻഡ് ഇല്ലീഗൽ കോൺട്രാക്റ്റ് ഇസ് ദ ഓൺ ദ ബേസിസ് ഓഫ് വാലിഡിറ്റി. ഇനി നെക്സ്റ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ നെറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ. ഫോർമേഷൻ്റെ ബേസിസിൽ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ ദി കോൺട്രാക്ട്സ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 3. One is express contract, next one implied contract and quasi contract. On the basis of performance, on the basis of formation, this contract is again divided into 3, and is express contract, implied contract and quasi contract. Okay, the express contract, express എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് വെളിപ്പെടുത്തുക, അതായത് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആകുന്ന പാർട്ടീസ് തമ്മിൽ ഫോളോ ചെയ്യേണ്ട കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഗൈഡ് ലൈൻസും ഒക്കെ തന്നെ ഈ ആക്റ്റിൽ നിന്നും, അതായത് അതിൻ്റെ കോൺട്രാക്റ്റ് ആക്റ്റിൽ നിന്ന് നമുക്ക് ലേസ് ഡൗൺ ചെയ്തിട്ടുണ്ടാകും. സോ അപ്പോൾ എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് ദി സൈനിങ് ഓഫ് ദി എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ബിഫോർ സൈനിങ് ഓഫ് ദി എഗ്രിമെൻറ്റ്, നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോഴോ ചെയ്യുന്നതിന് മുമ്പായിട്ടോ വാട്ട് ആർ ദ റൂൾസ്, വാട്ട് ആർ ദ നോംസ്, വാട്ട് ആർ ദ കണ്ടീഷൻസ്, വാട്ട് ആർ ദ റെഗുലേഷൻസ് വി ആർ ഫോളോഡ് ത്രൂ ഔട്ട് ദി കോൺട്രാക്റ്റ്. അത് കോൺട്രാക്റ്റിൻ്റെ കാലാവധി കഴിയുന്നവരെ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള പാർട്ടീസ് ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസോ കണ്ടീഷൻസോ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് അറ്റ് ദ ടൈം ഓഫ് ദി സൈനിങ്, ബിഫോർ ദി സൈനിങ് ഓഫ് ദി അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ള, ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ള കോൺട്രാക്ട്സിനാണ് നമ്മൾ എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദ എക്സ്പ്രസ് കോൺട്രാക്ട്, ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ കമ്മ്യൂണിക്കേറ്റഡ്. അതാണ് ഇവിടെ വരേണ്ടത്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ കമ്മ്യൂണിക്കേറ്റഡ് ഇൻ വേർഡ്സ് ഓർ സ്പോക്കൺ ഓർ റിട്ടൺ. ഒന്നില്ലെങ്കിൽ നമ്മൾ വായിൽ കൂടി പറയുകയോ അല്ല എങ്കിൽ അത് എഴുതി പിടിപ്പിക്കുകയോ ചെയ്യണം. അപ്പോൾ അത് നേരത്തെ തന്നെ അതിൻ്റെ നോംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ളതിനാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈസി ടു ഐഡൻറ്റിഫൈ ദ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ദി പാർട്ടീസ്. ഈ എക്സ്പ്രസ് കോൺട്രാക്റ്റ് വഴി നമുക്ക് ഓരോ പാർട്ടിയുടെയും റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് എക്സ്പ്രസ് കോൺട്രാക്ട്. ദി കോൺട്രാക്ട് ഓൺ ദ basis of formation is depends on the terms and conditions. Expressed contract എന്ന് പറയുമ്പോൾ the terms and conditions are expressed at the time of the signing of the agreement. സിഗ്നേച്ചർ ചെയ്യുന്നതിന് മുൻപാകെ തന്നെ അതിൻ്റെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ടേംസും കണ്ടീഷൻസും പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, എഗ്രിമെൻറ്റ് സൈൻ ചെയ്യത്തുള്ളൂ. സോ ദാറ്റ് ഈസ് കോൾഡ് എക്സ്പ്രസ് കോൺട്രാക്റ്റ്. അടുത്തത് பார்த்தீங்க அப்படின்னா ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്പ്രസ് കോൺട്രാക്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ when the terms and conditions of the contract are to be understood from the conduct of the parties or course of dealing between them, it can be termed as an implied contract. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ the norms അല്ലെങ്കിൽ terms and conditions are not attached or not announced or not communicated in the time of the signing of the agreement. സോ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോഴൊന്നും ഇത് പറയത്തില്ല, ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ ഇത് ചെയ്യത്തില്ല. ആ വർക്ക് ത്രൂ ഔട്ട് ദി കോൺട്രാക്റ്റ് പീരീഡ് when the terms and conditions of the contract are to be understood from the conduct of the parties, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. from the conduct of the parties or course of dealing between them,
ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് ആൻ ഇംപ്ലൈഡ് കോൺട്രാക്ട്. അപ്പോൾ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം എന്തായിരിക്കും? ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ പറയത്തില്ല. നമ്മൾ കോഡ് ഓഫ് കണ്ടക്റ്റിൽ നിന്നും, അതായത് ടു ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദി കണ്ടക്ട് ഓഫ് ദി പാർട്ടീസ്, നമ്മൾ ഓരോ പാർട്ടീസും നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ എന്തെങ്കിലും ഒരു പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവണം. അപ്പോൾ നമ്മൾ പ്രവൃത്തിയിൽ കൂടി മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോൺട്രാക്ട്സിനാണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസും ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഓൾറെഡി പറയുകയോ എഴുതി പിടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. അത് എങ്ങനെ മനസ്സിലാവും എന്ന് പറയുമ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിൽ ഏർപ്പെട്ടിട്ടുള്ള പാർട്ടീസ് അവർ ചെയ്യേണ്ട ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേംസും കണ്ടീഷൻസൊക്കെ നമുക്ക് അറിയാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഓക്കെ, ഇനി അടുത്തത് பார்த்திங்க அப்படின்னா ക്വാസി കോൺട്രാക്റ്റ്. ക്വാസി കോൺട്രാക്റ്റ് നമ്മൾ ദിസ് ഈസ് നോട്ട് എ കോൺട്രാക്ട് ഇൻ ദി സ്ട്രിക്റ്റ് ലീഗൽ സെൻസ്. ഇൻ സർട്ടൻ സർക്കംസ്റ്റാൻസസ് ലോ ഇറ്റ് സെൽഫ് ക്രിയേറ്റ് സർട്ടൻ ലീഗൽ റിലേഷൻഷിപ്സ്. അതായത് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു പക്ക കോൺട്രാക്റ്റ് അല്ല. നമ്മൾ രണ്ടുപേര് ചേർന്ന് എഗ്രിമെൻ്റ് എഴുതി സ്റ്റാമ്പ് ചെയ്ത് എല്ലാം രജിസ്ട്രേഷൻ ചെയ്ത് ഫോളോ ചെയ്യുന്നതല്ല. ചില സാഹചര്യങ്ങളിൽ ഇപ്പം നമ്മൾ പല കേസുകളൊക്കെ ആയിട്ട് കോടതിയിലൊക്കെ പോകുമ്പോൾ ആ കോടതിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കേസിൻ്റെ വർക്കുകൾ ഡ്യൂട്ടീസ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് കോർട്ട് നിയമിക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രത്യേകം സർക്കംസ്റ്റാൻസസിൽ, ഒരു പ്രത്യേകം സിറ്റുവേഷൻസിൽ ക്രിയേറ്റ് ചെയ്യുന്ന സർട്ടൻ ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ക്വാസി കോൺട്രാക്റ്റ്. അങ്ങനെയുള്ളതൊക്കെ ഇറ്റ് ഈസ് എൻ കോൺട്രാക്റ്റാ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ കോൺട്രാക്ട്, ബട്ട് ഇല്ല എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് എ കോൺട്രാക്റ്റ്. ഓക്കെ, അങ്ങനെയുള്ളതിനാണ് നമ്മൾ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷൻ ദ കോൺട്രാക്ട്സ് ഇസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 3. ഒന്ന് ഇസ് എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആൻഡ് ക്വാസി കോൺട്രാക്റ്റ്. ദ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് പെർഫോമൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എസെൻഷ്യൽസിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. സെർട്ടനിറ്റി ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഒരു കോൺട്രാക്റ്റ് നമ്മൾ എഴുതി, ആ കോൺട്രാക്റ്റിൻ്റെ മെച്യൂരിറ്റി പീരീഡ് തീരുന്നതിന് മുമ്പ് അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെ മാത്രമേ നമ്മൾ പെർഫെക്റ്റ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ്, അങ്ങനെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്റ്റിനെ 4ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വൺ ഈസ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്, എക്സിക്യൂട്ടറി കോൺട്രാക്ട്, ബിലാറ്ററൽ കോൺട്രാക്ട് ആൻഡ് യൂണിലാറ്ററൽ കോൺട്രാക്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. എക്സിക്യൂട്ടഡ് executed എന്ന് പറയുമ്പോൾ ഇൻ ദ പാസ്റ്റ്. അപ്പോൾ വെൻ ബോത്ത് ദി പാർട്ടീസ് ഹാവ് പെർഫോംഡ് ദെയർ റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻസ് അണ്ടർ എ കോൺട്രാക്ട്, അതാണ് എക്സിക്യൂട്ടഡ്. ഓൾറെഡി നമ്മൾ ആ കോൺട്രാക്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. മീൻസ് എക്സിക്യൂട്ട് മീൻസ് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ആ കോൺട്രാക്റ്റ് എഴുതിയത് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി അതിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർന്ന കോൺട്രാക്ട്സിനാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എ കോൺട്രാക്റ്റ് ഇൻ വിച്ച് സംതിങ് റിമെയിൻസ് ടു ബി ഡൺ ബൈ ദി പാർട്ടീസ്. അപ്പോൾ ഇത് എക്സിക്യൂട്ടറി എന്ന് പറയുമ്പോൾ ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 പാർട്ടീസ് ഉണ്ടാവും, ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് തീർക്കണം. ഇപ്പോൾ എന്തെങ്കിലും തീർക്കാതെ ഇരിക്കുന്ന കോൺട്രാക്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. അപ്പോൾ എക്സിക്യൂട്ടറി എന്ന് പറയുമ്പോൾ ഇൻ ഫ്യൂച്ചറിൽ, അതായത് ഒരു അതിൽ ഇൻക്ലൂഡഡ് ആവുന്ന പാർട്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പെൻഡിങ് ഉള്ള കോൺട്രാക്ട്സിനാണ് നമ്മൾ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തത് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്. യൂണിലാറ്ററൽ മീൻസ് യൂണിക് അല്ലേ? യൂണിക് മീൻസ് ഓൺലി വൺ. ആൻ എഗ്രിമെൻറ്റ് ഇൻ വിച്ച് ഓൺലി വൺ പാർട്ടി മേക്ക് എ പ്രോമിസ്. സാധാരണ നമ്മൾ ചെയ്യുന്ന എഗ്രിമെൻറ്റ്സ് എല്ലാം യൂണിലാറ്ററൽ ആയിരിക്കും മിക്കവാറും. അതായത് ഒരു പാർട്ടി പ്രോമിസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു വീട് വെക്കണം, എനിക്ക് വീട് വെക്കാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ ഒരാളോട് ചോദിക്കുമ്പോൾ അവരിങ്ങോട്ട് മാത്രം പ്രോമിസ് ചെയ്ത് കൊടുക്കുക, ഇത്ര സമയത്തിനകം ഞങ്ങൾ ചെയ്ത് തന്നേക്കാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓൺലി വൺ പാർട്ടി മേക്ക് എ പ്രോമിസ് ഇസ് കോൾഡ് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്. യൂണിക് പ്രോമിസാണ് അവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഓഫർ ഫോർ റിവാർഡ്. അതായത് തിരിച്ച് അങ്ങോട്ടില്ല. ഓഫർ ഫോർ റിവാർഡ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ
നമ്മൾ ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനമോ സമ്മാനങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നില്ല, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഒരാൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇവിടെ പ്രോമിസ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. ദെൻ ലാസ്റ്റ് വൺ ഇസ് ബിലാറ്ററൽ കോൺട്രാക്റ്റ്. ബിലാറ്ററൽ കോൺട്രാക്റ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ഇൻ വിച്ച് ഈച്ച് ഓഫ് ദി പാർട്ടീസ് ടു ദി കോൺട്രാക്ട് മേക്സ് എ പ്രോമിസ് ഓർ പ്രോമിസസ് ടു ദി അതർ പാർട്ടി. അതായത് ഒരു പാർട്ടിയിൽ ഒരു കോൺട്രാക്റ്റിൽ 2 പാർട്ടീസ് ഉണ്ടെങ്കിലും ആ 2 പാർട്ടീസും ഒരുപോലെ, അതായത് 2 പാർട്ടീസും അങ്ങോട്ടും പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്താണ് ബിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ബിലാറ്ററൽ കോൺട്രാക്റ്റ് മീൻസ് ഇപ്പോൾ എ ബി എന്നുള്ള ഒരാളാണെങ്കിൽ 2 പേരും അതിൽ ഇൻക്ലൂഡഡ് ആവുന്ന 2 പേരും അങ്ങോട്ടും പ്രോമിസ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ബിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് ഓൺ ദ ബേസിസ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ്, the contracts are divided into 4: executed contract, executory contract, ബിലാറ്ററൽ കോൺട്രാക്റ്റ് ആൻഡ് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്. ഓക്കെ, ഇങ്ങനെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ ഇത്ര എക്സ്പ്ലനേഷൻ കണ്ടതിന് ശേഷം നിങ്ങൾ എനിക്ക് എഴുതി അയക്കാനുള്ളത് ഡിഫറൻസസ് ബിറ്റ്വീൻ വോയിഡ് എഗ്രിമെൻറ്റ് ആൻഡ് ഇല്ലീഗൽ എഗ്രിമെൻറ്റ്, ഡിഫറൻസസ് ബിറ്റ്വീൻ വോയിഡ് എഗ്രിമെൻറ്റ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്റ്റ് തമ്മിലുള്ള ഡിഫറൻസസ് എഴുതി എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് അയയ്ക്കുക. ഓക്കെ, താങ്ക് യു.